നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്തുള്ള തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ്. തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാടിന്റെ അന്നപാത്രമാണ് തഞ്ചാവൂർ എന്ന് പറയാം. കൃഷിയാണ് ഇവിടുത്തെ ആളുകളുടെ മെയിൻ ഉപജീവന മാർഗ്ഗമെങ്കിലും വസ്ത്രനിർമ്മാണവും ശരിക്കും പറഞ്ഞാൽ പട്ടുനെയ്ത്തിന്റെ കേന്ദ്രമാണ് തഞ്ചാവൂർ. അപ്പോൾ ഇവിടെ നെയ്തെടുക്കുന്ന പട്ടുസാരികൾ ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരുടെയും നാടാണ് തഞ്ചാവൂർ. അപ്പോൾ ആ നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രം, ഏറെ പ്രശസ്തമായ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തഞ്ചാവൂർ ടെമ്പിളിലാണ്, അതായത് പ്രശസ്തമായ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ്. ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലം തന്നെയാണ് തഞ്ചാവൂർ ക്ഷേത്രം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ കൊത്തുപണികൾ, ഓരോ ചെറിയ ചെറിയ കൊത്തുപണിയും കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഇത് മനസ്സിലാവും. ഭക്തനായ രാജരാജ ചോളനാണ് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലം തന്നെയാണ്, ചരിത്രത്തിന്റെ ഭാഗമായ ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വഴിയെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൃഹദീശ്വര ടെമ്പിളിന്റെ ഏറ്റവും മുൻപിലുള്ള എൻട്രൻസിലാണ്. മറാത്ത എൻട്രൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ സൈഡിലായിട്ട് വലിയ കിടങ്ങുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് രാജാക്കന്മാർ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തു വെച്ചിരുന്ന കിടങ്ങുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ മറാത്ത എൻട്രൻസും കടന്ന് മറ്റ് രണ്ട് വലിയ ഗോപുരങ്ങളും കടന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൻ്റെ സമീപത്തേക്ക് എത്താൻ. അപ്പോൾ ഈ മറാത്ത എൻട്രൻസ് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ആ ഗോപുരത്തിനാണ് കേരളാന്തകൻ തിരുവാസൽ, അതായത് കേരളാന്തകൻ ഗോപുരം എന്ന രീതിയിൽ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗോപുരം തന്നെയാണ്. അപ്പോൾ ഈ ഗോപുരത്തിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മുടെ ബൃഹദീശ്വര ടെമ്പിളിനെ പഴയകാല ചരിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു ശിലാഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ പല പല സംഭവങ്ങൾ അതിനുള്ളിൽ നമുക്ക് കാണാനുണ്ട്. അതിനെ സംബന്ധിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാപ്പ് ഇവിടെ ഇടതുവശത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും മനസ്സിലാവും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗോപുരവും കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗോപുരം കൂടെ കാണാം. രാജരാജൻ തിരുവാസൽ എന്നാണ് ആ ഗോപുരത്തിൻ്റെ പേര്, അതായത് മൂന്നാമത്തെ ഗോപുരത്തിൻ്റെ പേര്. ആ ഗോപുരം കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഗോപുരം വരെ നമുക്ക് ചെരുപ്പിട്ട് പ്രവേശനമുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള ഒരു ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗോപുരത്തിന് മുൻപിലായിട്ട് നല്ല പച്ച പുൽത്തകിടിയിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ക്ലോക്ക് റൂമും, അതുപോലെ നമ്മുടെ വലിയ ലഗേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ക്ലോക്ക് റൂമും ചെരുപ്പുകൾ വെക്കാൻ പറ്റിയ കബോർഡുകളും എല്ലാം ഉണ്ട്. അതിനും അധികം പൈസയൊന്നും ഇല്ല, വളരെ നിസ്സാരമായിട്ടുള്ള 5 രൂപ എന്തേ ഉള്ളൂ. ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ 5 രൂപയും ബാഗുകളൊക്കെ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂമിന് 20 രൂപയാണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പഴയകാല കളിപ്പാട്ടങ്ങളും ഹാങ്ങിങ് ഡെക്കറേഷൻസും പുസ്തകങ്ങളും അങ്ങനെ പല പല കടകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഗോപുരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തന്നെയാണ് ഈ അമ്പലവും ഗോപുരങ്ങളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ താഴെ പാകിയിരിക്കുന്നതും കരിങ്കല്ല് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉച്ച സമയത്തൊക്കെ അമ്പലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഈ കരിങ്കല്ലിനോട് മുകളിലൂടെ ചെരുപ്പിലാണ് നടക്കുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊരു പരവതാനി ഒരു വിരിച്ചിട്ട് നടന്നു പോകാനായിട്ട് അത് ഇടയ്ക്ക് നനച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോപുരത്തിൽ വലിയ വലിയ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചേക്കണത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ മുൻപിലുള്ള പച്ച പുൽത്തകിടി എന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് വളരെ മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇത് നമ്മൾ മൂന്നാമത്തെ ഗോപുരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കടന്നു വന്ന വഴികളാണ്. രണ്ടാമത്തെ ഗോപുരവും ആദ്യത്തെ ഗോപുരവുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെ കരുതിയാണ് ഇത്രയും ഗോപുരങ്ങളും ചുറ്റുമതിലും ഒക്കെ പണ്ടത്തെ രാജാക്കന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഗോപുരവും കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നേരെ മുമ്പിൽ കാണുന്നതാണ് നന്ദി മണ്ഡപം. അതിന് പുറകിലായിട്ട് നമ്മുടെ മെയിൻ ക്ഷേത്രവും കാണാം. അപ്പോൾ നമ്മൾ അകത്ത് കയറിയതിന് ശേഷം ഗോപുരം നോക്കുമ്പോൾ മൂന്നാമത്തെ ഗോപുരം രാജരാജ തിരുവാസൽ എന്ന് പറഞ്ഞ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഒരു ചുറ്റുമതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചുറ്റുമതിൽ എന്ന് പറയുന്നതിനേക്കാളും നന്നായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു 100 കണക്കിന് കൽത്തൂണുകളോട് കൂടിയ ഒരു നടപ്പന്തൽ എന്ന് തന്നെയാണെന്ന് പറയാം. കാര്യം ഇതിനകത്തൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അമ്പലം കോമ്പൗണ്ട് ഫുള്ളും നമുക്ക് ഇതിനകത്തൂടെ നടന്ന് ഇവിടെ തന്നെ വന്ന് തീരുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ തന്നെ നടന്ന് വെയിൽ കൊള്ളാതെ നമുക്ക് ഇവിടെ തന്നെ തിരിച്ചെത്താം. ഇവിടുത്തെ ഗോപുരത്തിലും അമ്പലത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ചിലപ്പോൾ അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ സംസ്കൃത ശ്ലോകങ്ങളോ തമിഴ് ശ്ലോകങ്ങളോ ഒക്കെ ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ പേരുകളാണ്. അതായത് ഇവിടെ ഒരുപാട് ജീവനക്കാരുണ്ടായിരുന്നു. 1000-ഓളം ജീവനക്കാർ ഇവിടെ ചോളരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ എല്ലാ ജീവനക്കാരുടെ പേരും അവരുടെ നാട്ടുപേരുമാണ് എഴുതി കൊത്തിവെച്ചിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള വലിയ ജീവനക്കാരൻ മുതൽ ഏറ്റവും താഴെക്കടയിലുള്ള ജീവനക്കാരുടെ വരെ പേരുകൾ അവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ വ്യൂവും നന്ദി മണ്ഡപത്തിൻ്റെ വ്യൂവും ആണ്. നമ്മളത് അകത്തേക്ക് കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു ചെറിയൊരു അമ്പലം പോലെ സംഭവം കാണാം. തെക്കുവശത്തെ സന്യാസി മണ്ഡപം എന്നാണ് മാപ്പിൽ അതിനെ കാണിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ വരാഹിയുടെ ഒരു ചെറിയൊരു അമ്പലവും കാണാം. ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത്തുന്നത് നമ്മൾ കണ്ടതാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1010 പൂർത്തിയായത്. രാജരാജ ചോളന്റെ ഭരണത്തിന്റെ 25-ാം വർഷത്തിലെ 275-ാം ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് എന്നൊരു ശിലാലിഖിതവും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്.
ഏറ്റവും അധികകാലം നിലനിന്ന ചോള നിർമ്മിതി എന്ന പേരിലാണ് ബൃഹദീശ്വര ക്ഷേത്രം ഇന്ന് ഏറ്റവും പ്രശസ്തമാകുന്നത്. അതുതന്നെയാണ് ലോക പൈതൃക സ്ഥാന പട്ടികയിൽ യുനെസ്കോ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണവും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുമ്പോഴും നിത്യേനയുള്ള പൂജ ഈ അമ്പലത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രമകുടത്തിന്റെ നിഴലിൽ നിലത്ത് വീഴാത്ത തരത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. 1000ഓളം വർഷം പഴക്കമുള്ള ഈ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ അമ്പലത്തിന് ബൈൻഡിങ് മെറ്റീരിയൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഒരു ഇന്റർലോക്കിംഗ് സംവിധാനം വെച്ചാണ് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഗോപുരത്തിൽ കണ്ടതുപോലെയുള്ള പേരുകൾ ഇവിടെയും കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് അമ്പലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പേരുകളും കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ വഴികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവയിൽ പലതും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഭൂഗർഭ വഴികളിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ വളരെ അപകടമാണെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇതിൽ പല വഴികളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെയും ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാം. നമ്മൾ അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കുകയാണ്. അപ്പോൾ അതിന് സമീപത്തായിട്ട് വളരെ വലിയ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോട്ടം പെട്ടെന്ന് കടന്നു ചെല്ലാത്ത ഉള്ള ഏരിയകളിലും, അതായത് പെട്ടെന്ന് നമ്മൾ കാണാത്ത ഉള്ള സ്ഥലങ്ങളിൽ പോലും 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കി കളയാതെ കൊത്തുപണികൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പേരുകളും അതുപോലെ തന്നെ നാട്ടുപേരുകളൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. 1000 വർഷം മുൻപേ തന്നെ ഇവിടെയുള്ള കൊത്തുപണിക്കാരുടെയൊക്കെ ഒരു വൈദഗ്ധ്യം നമുക്ക് ഈ ശില്പങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഗായകരും നർത്തകരും ഭക്തരും അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നിറഞ്ഞ് നടന്നിരുന്ന വഴികളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ചരിത്രകാരന്മാർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രത്തിലുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യമാണ്. 60,000 ടണ്ണ് കരിങ്കല്ലാണ് നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രത്തിന് പണി കഴിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ ബൃഹദീശ്വര ക്ഷേത്രത്തിന് ചുറ്റുപാടും ഒരു 50 കിലോമീറ്റർ ഏരിയയിൽ കരിങ്കൽ ക്വാറികളൊന്നുമില്ല. കരിങ്കൽ പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുള്ള കരിങ്കല്ലുകൾ ദൂരദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വേണം അനുമാനിക്കാൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറ്റക്കല്ലിൽ തീർത്ത താഴികക്കുടം 80 ടൺ ഭാരമുള്ള ഒരു താഴികക്കുടമാണ്. അത് ഏകദേശം 25 ആനയുടെ ഭാരം വരും. അത് ഇത്രയും ഉയരത്തിൽ 60 മീറ്ററോളം ഉയരത്തിൽ എത്തിക്കാൻ ആനയും മനുഷ്യരും ചേർന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മുകളിലെത്തിക്കാൻ വേണ്ടി ഏകദേശം ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും 4 കിലോമീറ്റർ നീളത്തിൽ മണ്ണ് കൊണ്ടൊരു ചരിവുതലം ആദ്യം ഉണ്ടാക്കുകയും ആ ചരിവുതലത്തിലൂടെ ആനകളെ കൊണ്ട് വലിപ്പിച്ച് ഈ കല്ല് മുകളിൽ എത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ചരിവുതലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു. ഈ കല്ല് മുകളിലെത്തിക്കാൻ തന്നെ 5 വർഷം എടുത്തു എന്നാണ് കണക്കാക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇങ്ങനെയൊരു നിർമ്മിതി ഇല്ല എന്ന് വേണം പറയാൻ. 66 മീറ്റർ ഉയരമുണ്ട് നമ്മുടെ ഈ ക്ഷേത്ര ഗോപുരത്തിന്. അതായത് ഏകദേശം ഒരു 19 നിലയുള്ള ഒരു കെട്ടിടത്തിന് ഉയരം വരും. നിരവധി ശില്പങ്ങൾ കൊണ്ട് മനോഹരമാണ് നമ്മുടെ ഈ കൂറ്റൻ ഗോപുരം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തിന് തൊട്ട് പുറകിലുള്ള ഒരു ഗണേശ ക്ഷേത്രമാണ്. അതായത് അതും വളരെ കൊത്തുപണികളോട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ പൂജിച്ച് വരുമ്പോൾ അതിൻ്റെ തീർത്ഥം പുറത്തേക്ക് വരാൻ വേണ്ടിയുള്ള ഓവാണത്. ബൃഹദീശ്വര ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പന്തലിൽ ഇതിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിന് പുറകിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൂടെ കയറി അകത്തെന്താണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ഒരുപാട് ശിവലിംഗങ്ങൾ കാണാം. പല സൈസിലുള്ള ശിവലിംഗങ്ങൾ നമുക്കിവിടെ കാണാം. ശിവലിംഗങ്ങൾക്ക് പുറകിൽ തന്നെ ഒരുപാട് ചുവർച്ചിത്രങ്ങളും കാണാം. ഈ ചുവർച്ചിത്രങ്ങൾക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. അതായത് ചോള കാലഘട്ടത്തിലാണ് പ്രകൃതിദത്തമായ ചായക്കൊട്ടുകൾ ഉപയോഗിച്ച് ഇതുപോലത്തെ ചുവർച്ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുന്നത്. ചോള ഭരണത്തിന് ശേഷം നായ്ക്കർമാരുടെ ആധിപത്യം വന്നപ്പോൾ അവർ ക്ഷേത്രം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നിറം മങ്ങിയ ചുവർച്ചിത്രങ്ങൾ നവീകരിക്കുകയും അതിന് മുകളിൽ മറ്റ് ചിത്രങ്ങൾ വരച്ച് ചേർക്കുകയും ചെയ്തു. പക്ഷേ നമ്മളിപ്പോഴും കാണുന്നത് ചോള കാലഘട്ടത്തിലെ പഴയ ചിത്രങ്ങൾ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 1980 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡി-സ്റ്റാക്കോ എന്നൊരു സാങ്കേതിക വിദ്യയിലൂടെ നായ്ക്കർ ചിത്രങ്ങൾ വേർതിരിച്ച് പഴയ ചോള കാലഘട്ടത്തിലെ ചുവർച്ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിൽ തന്നെ ആദ്യമായി ഡി-സ്റ്റാക്കോ വിദ്യ വിജയകരമായിട്ട് നടപ്പാക്കിയ റെക്കോർഡ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ചെറുതും വലുതുമായിട്ടുള്ള 108ഓളം ശിവലിംഗങ്ങൾ നമ്മുടെ ചുറ്റമ്പലത്തിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരും ഭക്തരായിട്ട് വരുന്നവരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഈ ചുറ്റമ്പലത്തിലൊക്കെ ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. ഫുൾ ടൈം അതിൻ്റെ അകത്തൊരു തണുത്ത കാലാവസ്ഥ തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ട ഗണേശ ക്ഷേത്രത്തിന് സമീപമായിട്ട് തന്നെ മറ്റൊരു ചെറിയൊരു ക്ഷേത്രവും കൂടി കാണാം. കരുവർ ദേവർ ക്ഷേത്രം എന്നാണ് അതിനെ മാപ്പിലും എല്ലാം കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നേരിട്ട് കാണാവുന്നതാണ്. അതിന് സമീപത്തായിട്ട് തന്നെ കുറച്ചും കൂടി വലിയൊരു സുബ്രഹ്മണ്യ ക്ഷേത്രവും നമുക്ക് കാണാം. അതും വളരെ ശില്പഭംഗിയാൽ വളരെ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത്യാവശ്യം കുറച്ച് വലിയ സൈസാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പുറകുവശം ഭാഗമാണ്. അതിനോട് ചേർന്ന് തന്നെ നമ്മളിപ്പോൾ കയറിയ നമ്മുടെ കരുവർ ദേവർ ക്ഷേത്രവും കാണാം. അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനകത്തേക്കൊന്ന് പ്രവേശിക്കുകയാണ്. ഏതാനും പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അവിടെയും ഒരുപാട് നയനമനോഹരമായ വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നട അടഞ്ഞു കിടക്കുകയാണ്.
അതിന് സമീപത്തായിട്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 മനോഹര വിഗ്രഹങ്ങളും അവിടെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വലതുവശത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ചുറ്റുമതിലാണ്, അതായത് നമ്മുടെ നടപ്പന്തലാണ്. അവിടെയും ഒരുപാട് ആളുകൾ ഇതിലൂടെ വലം വെച്ച് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തിൽ പ്രവേശിക്കാതെയും അമ്പലത്തിന് പുറകുവശത്തൂടെ ഈ ചുറ്റമ്പലത്തിന് സൈഡിലൂടെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ സാധിക്കും. ഒരുപാട് ആളുകൾ അങ്ങനെയും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രൂപങ്ങളും ശില്പങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടത്. 2 മനോഹരമായ തത്തകൾ വിഗ്രഹത്തിൻ്റെ മുകളിൽ വളരെ ഭംഗിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ വീക്ഷിച്ചപ്പോഴാണ് അവിടെ ഒരു കിളി വന്ന് മുട്ടയിട്ട് പോയിരിക്കുന്നത് നമ്മുടെ കണ്ണിൽപ്പെട്ടത്. അത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരു കിളി മുട്ടയിട്ട് പോയിരിക്കുന്നത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ പ്രാവിൻ്റെ മുട്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രാവുകൾ അവിടെ പറന്ന് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളും നല്ല കിളികളുടെ മനോഹരമായ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഓവാണ്. അതായത് നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഓവാണ്. ശിവലിംഗവും മറ്റു പൂജയ്ക്കും മറ്റും ചെയ്തതിന് ശേഷം അതിൻ്റെ തീർത്ഥവും മറ്റും ഈ ഓവിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപാട് ഭക്തർ ഇത് പ്രസാദമായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ പ്രവേശിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ വലതുവശമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ആദ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. ശ്രീ രാജരാജ ചോളൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടുത്തെ ശിവനെ രാജരാജേശ്വരൻ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം രാജരാജേശ്വരം ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് നായ്ക്കർ ഭരണകാലത്താണ് ഇതിനെ ആവുടയാർ ക്ഷേത്രം എന്ന രീതിയിൽ പേരുമാറ്റം ചെയ്തു. അതിനുശേഷം 17-19 നൂറ്റാണ്ട് വരെയുള്ള മറാത്ത ഭരണകാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് നൽകിയത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ഇതുപോലത്തുള്ള പുൽത്തകിടിയൊക്കെ കാണാം. ഒരുപാട് ആളുകൾ അവിടെ വിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. നമ്മളിനി ബൃഹദീശ്വര ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഏതാനും പടികൾ കടന്നു വേണം ക്ഷേത്രത്തിനകത്തേക്ക് ചെല്ലാൻ. 4 മണിക്കാണ് നട തുറക്കുന്നത് എന്നാണ് അവിടുത്തെ ഒരു ചേച്ചി ഇപ്പോൾ ഒന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തുള്ള കാഴ്ചകൾ എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ 4 മണിക്ക് ക്ഷേത്ര നട തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കോലം വരച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് മുൻപിലായിട്ടൊരു ബൃഹനായകി ക്ഷേത്രം അഥവാ പെരിയമ്മൻ കോവിൽ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ക്ഷേത്രം കാണാം. ശിവപത്നിയായ പാർവതി ദേവിയാണ് ഇവിടുത്തെ ഈ പറഞ്ഞ ബൃഹനായകിയും പെരിയമ്മനും എല്ലാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നന്ദി മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത വളരെ വലിയ നന്ദിയാണ് ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയിലുള്ള ഒറ്റക്കൽ നന്ദി വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയവയിലാണ് ഈ നന്ദിയുടെ സ്ഥാനം. ഏകദേശം 13 അടി ഉയരവും 16 അടി നീളവുമാണ് ഈ നന്ദിക്കുള്ളത്. ഇതിന് ഏകദേശം ഒരു 25 ടൺ തൂക്കം ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇന്നത്തെ കാലപ്പഴക്കം കാരണം അത് കുറച്ചൊക്കെ നിറമങ്ങിയും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അമ്പലത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് കൊടിമരം കാണാം. അതിനുശേഷം കൊടിമരത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമ്മുടെ ക്ഷേത്രവും നല്ല രീതിയിൽ തന്നെ നിലകൊള്ളുന്നു. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടാണ് നന്ദി നിലനിൽക്കുന്നത്. തമിഴ് ഭാഷയോട് അത്രയേറെ സ്നേഹമുള്ള ശ്രീ രാജരാജ ചോഴൻ ഈ ക്ഷേത്ര നിർമ്മിതിയിലും അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനുള്ള ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്ഷേത്രത്തിനകത്തുള്ള ശിവലിംഗത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞത് 12 അടിയാണ്. തമിഴ് അക്ഷരമാലയിലെ ഉയരെഴുത്തുക്കൾ എന്ന് വിളിക്കുന്ന അക്ഷരങ്ങളുടെ എണ്ണവും 12 എണ്ണം തന്നെയാണ്. അതുപോലെ തന്നെ ശിവലിംഗത്തിൻ്റെ ആകെ ഉയരം, അതായത് അത് വെച്ചിരിക്കുന്ന പീഠം ഉൾപ്പെടെ 18 അടിയാണ്. മെയ്യെഴുത്തുക്കൾ എന്ന് വിളിക്കുന്ന തമിഴ് അക്ഷരങ്ങളുടെ എണ്ണവും 18 തന്നെയാണ്. പിന്നീട് ക്ഷേത്രത്തിനകത്തെ ശിവലിംഗം മുതൽ പുറത്തുള്ള നന്ദി വിഗ്രഹം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 247 അടിയാണ്. തമിഴ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ചേർത്താൽ ആകെ 247 അക്ഷരങ്ങളാണുള്ളത്. അങ്ങനെ തമിഴ് ഭാഷയോട് തന്നെ അത്രയേറെ ഉള്ള രാജരാജ ചോളൻ്റെ സ്നേഹം നമുക്ക് ഇതിൻ്റെ നിർമ്മിതിയിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് പെരിയമ്മൻ കോവിലിനോട് തന്നെ ചേർന്ന് നടക്കുന്ന നടരാജ മണ്ഡപമാണ്. ചോളഭരണകാലത്തെ സുപ്രധാന ചടങ്ങുകളും പൊതുപരിപാടികളും അതുപോലെ തന്നെ കലോത്സവങ്ങളും യാഗങ്ങളും എല്ലാം നടന്നിരുന്നത് ഇവിടെയാണ്. അതായത് ചോളരാജൻ്റെ ഭരണകാലത്ത് 1000-ഓളം ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും ഇവിടെ എത്രമാത്രം സജീവമായിരുന്നു കാര്യങ്ങളെന്ന്. അപ്പോൾ ജീവനക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം 100 കണക്കിന് ബ്രാഹ്മണ പുരോഹിതരും നാട്യകലയിലും സൗന്ദര്യത്തിലും അഗ്രഗണ്യരായിരുന്ന 400ഓളം നർത്തകിമാരും പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ പുലികളായിരുന്ന 50ഓളം ഗായകരും പിന്നെ 100 പക്കവാദ്യക്കാർ പിന്നെ കണക്കുകൾ സൂക്ഷിക്കുന്ന ഗുമസ്തരി, കാവൽക്കാർ തുടങ്ങി ശില്പികളും ചിത്രകാരന്മാരും വരെ ഇവിടെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പാലും നെയ്യും പൂക്കളും വിൽക്കുന്ന 100 കണക്കിന് ആളുകൾ അന്ന് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉപജീവനം കഴിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്ന പ്രാധാന്യം നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രക്ക് വിശേഷണമാണ്.
ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി ചെരുപ്പും ബാഗുകളും വെച്ച ക്ലോക്ക് റൂമിൻ്റെ സമീപത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ പണ്ടത്തെ പഴയ തരം കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെ, അതായത് മരത്തിലും മെറ്റലിലൊക്കെ തീർത്ത പഴയ കളിപ്പാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പഴയ സംഭവങ്ങൾ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് ഡെക്കറേഷൻസും അതുപോലെ തന്നെ നമ്മൾ ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഷോ പീസുകളും, അങ്ങനെ ദേവന്മാരുടെയും ദേവികളുടെയും അതുപോലെ തന്നെ പല പല ദേവന്മാരുടെയൊക്കെ ഷോ പീസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരം ഡിസൈനിലുള്ള സംഭവങ്ങളും ഞാനവിടെ കണ്ടു. കാരണം ഇത് തമിഴ്നാടാണ്, നമ്മുടെ കൾച്ചറിൽ നിന്ന് വ്യത്യാസമുള്ള കൾച്ചറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല സംഭവങ്ങളും ഞാനവിടെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഞാൻ കാണിച്ചു പോവുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പണ്ടത്തെ ബൊമ്മകൾ പല രീതിയിൽ ആടിക്കൊണ്ടിരിക്കുന്ന 2-3 ടൈപ്പിലുള്ളതും അതുപോലെ തന്നെ പല സൈസിലുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഡിസൈനിലും കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കലാകാരന്മാർ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കലാസൃഷ്ടികളൊക്കെ ഇവിടെ കാണുന്നത്. ഇത് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള മരത്തിലൊക്കെ ചെയ്തെടുക്കുന്ന നല്ല ഭംഗിയുള്ള പഴയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പഴയ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ അതെല്ലാം മനോഹരമായിട്ട് തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വിലയും അത്യാവശ്യം നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. പലതരത്തിലുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റുകളും ശിവലിംഗങ്ങളും കാര്യങ്ങളും മെറ്റലായിട്ടുള്ളതും ഗ്ലാസ് കൊണ്ടുള്ളതും മരം കൊണ്ടുള്ളതും അങ്ങനെ എല്ലാ തരത്തിലുള്ളതും ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ ട്രൈബ്സ് ഇന്ത്യയുടെ ഒരു ഔട്ട്ലെറ്റ് ഷോറൂം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ട്രൈബ്സ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ട്രൈബ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവലിലുള്ള ആദിവാസികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അത് എല്ലാത്തരം പ്രൊഡക്റ്റുകളും വരും. ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, ബാഗ് ഉണ്ട്, ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ കൊണ്ട് ഉള്ള ട്രൈബൽ പ്രൊഡക്റ്റുകൾ, ഓൾ ഇന്ത്യ ലെവലിലുള്ള ട്രൈബൽ പ്രൊഡക്ട്സുകൾ വിൽക്കുന്ന ഒരു അസോസിയേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കൊണ്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.